വിനീതനായ എന്റെ ഉമ്മായുടെ ഉപ്പാക്ക് ക്യാൻസർ പിടിപെട്ടു കലശലായ അസുഖം പിടിപെട്ടിരുന്നപ്പോഴാണ് തൊണ്ടക്ക് ക്യാൻസർ ബാധിച്ചു. ഒരു മുറുക്ക് പോലും വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് എന്റെ വല്യാപ്പയെയും കൂട്ടി എന്റെ പ്രിയപ്പെട്ട ഉപ്പ മടവൂര് ശൈഖുനായെ കാണാൻ വരുന്നത്. ശൈഖുനയോട് ഉപ്പ വിതുമ്പിക്കരഞ്ഞു പറഞ്ഞു, ശൈഖുനാ, ഇതെന്റെ അമ്മോശനാണ്, ക്യാൻസർ പിടിപെട്ട് വല്ലാത്ത വിഷമത്തിലാണ്, ഒരു മുറുക്ക് വെള്ളം പോലും ഇറക്കാൻ കഴിയുന്നില്ല, ഡോക്ടർമാര് വീട്ടിൽ നിർത്താനാ പറഞ്ഞത്, ഒന്ന് മരണം വരെ ഭക്ഷണം കഴിക്കാനെങ്കിലും കഴിയണം. സുബ്ഹാനല്ലാഹ്, ശൈഖുനയുടെ നാവിൽ നിന്ന് പ്രതിവചനമാണ്. ഇനി വിഷമിക്കണ്ട, ഭക്ഷണം നന്നായി കഴിക്കും, മരണം വരെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പറയാനില്ലേ. വിനീതനായ എന്റെ ഉമ്മായുടെ ഉപ്പാക്ക് ക്യാൻസർ പിടിപെട്ടു കലശലായ അസുഖം പിടിപെട്ടിരുന്നപ്പോഴാണ് തൊണ്ടക്ക് ക്യാൻസർ ബാധിച്ചു. ഒരു മുറുക്ക് പോലും വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് എന്റെ വല്യാപ്പയെയും കൂട്ടി എന്റെ പ്രിയപ്പെട്ട ഉപ്പ മടവൂര് ശൈഖുനായെ കാണാൻ വരുന്നത്. അവിടുത്തെ നാവിൽ നിന്നൊരു വാക്കു കിട്ടിയാൽ എത്ര വലിയ രോഗവും മാറുന്നതാണ്. ക്ഷീണിതനായ എന്റെ വല്യാപ്പയുടെ കൈയും പിടിച്ച് ബസ് മുഖേന ഇതാ മടവൂരിലെത്തി. കോഴിക്കോടാണ് ബസ് ഇറങ്ങിയത്. ക്യാൻസർ പിടിച്ചിട്ട് സുബ്ഹാനല്ലാഹ്, ഒരു വെള്ളം പോലും, ഒരു മുറുക്ക് വെള്ളം പോലും കുടിക്കാൻ കഴിയുന്നില്ല. വല്യാപ്പ കുണ്ടൂരിൽ നിന്ന്, അതേ ഉമ്മയുടെ വീട് തെന്നലയാണ്, ആ തെന്നലയിൽ നിന്ന് യാത്ര തുടങ്ങിയതാണ്. അപ്പൊ കോഴിക്കോട് എത്തിയപ്പോഴേക്കും ക്ഷീണിച്ചിട്ടുണ്ട്, വല്ലാത്ത വിശപ്പുണ്ട്, കഞ്ഞി വേണമെന്ന് പറഞ്ഞു. ആ സ്റ്റാൻഡിലുള്ള തൊട്ടടുത്ത ഹോട്ടലിൽ കയറി ഉപ്പ കഞ്ഞി വാങ്ങിച്ചു കൊടുത്തപ്പോൾ ശക്തമായ വേദന കൊണ്ട് ഒരു പമുറുക്ക് പോലും വായിലേക്ക് ഇറക്കാൻ കഴിയുന്നില്ല. ശൈഖുനയോട് പരാതി പറയാനാ വരുന്നത്. അങ്ങനെ ക്ഷീണം വകവെക്കാതെ മടവൂരിലെത്തി. ശൈഖുനയോട് ഉപ്പ വിതുമ്പിക്കരഞ്ഞു പറഞ്ഞു, ശൈഖുനാ, ഇതെന്റെ അമ്മോശനാണ്, ക്യാൻസർ പിടിപെട്ട് വല്ലാത്ത വിഷമത്തിലാണ്, ഒരു മുറുക്ക് വെള്ളം പോലും ഇറക്കാൻ കഴിയുന്നില്ല, ഡോക്ടർമാര് വീട്ടിൽ നിർത്താനാ പറഞ്ഞത്, ഒന്ന് മരണം വരെ ഭക്ഷണം കഴിക്കാനെങ്കിലും കഴിയണം. സുബ്ഹാനല്ലാഹ്, ശൈഖുനയുടെ നാവിൽ നിന്ന് പ്രതിവചനമാണ്. ഇനി വിഷമിക്കണ്ട, ഭക്ഷണം നന്നായി കഴിക്കും, മരണം വരെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ആ വിശ്വാസത്തോടെ ഉപ്പ ശൈഖുനാന്റെ ദർബാറിൽ നിന്നിറങ്ങി. നേരത്തെ കഞ്ഞി കുടിക്കാൻ പറ്റാതെ കഞ്ഞി മടക്കി കൊടുത്ത അതേ ഹോട്ടലിൽ റിട്ടേൺ പോകുമ്പോ കേറുകയാണ്. എന്നിട്ട് അതുവരെ ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്ത എന്റെ വല്യുപ്പ 2 പാത്രം കഞ്ഞി വാങ്ങി കുടിക്കുകയാണ്. പിന്നീട് വർഷങ്ങൾ ജീവിച്ചു. ആ വർഷങ്ങൾ ജീവിച്ചപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിനൊരു മുട്ടും വന്നിട്ടില്ല. ശൈഖുനായുടെ കറാമത്താണ്. ജീവിതകാലത്ത് വാപ്പ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, വല്ലാതെ ശൈഖുനയുമായി നന്നായി ബന്ധം സ്ഥാപിച്ചിരുന്നു. 100 കണക്കിന് അത്ഭുതങ്ങൾ ശൈഖുനയുമായി ബന്ധപ്പെട്ട് ഉപ്പാക്ക് തന്നെ എപ്പോഴും ഞങ്ങളോട് പറഞ്ഞു തരാറുണ്ട്. കാരണം അവരൊക്കെ അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചു വന്നതാണ്.